ശത്രു നിസ്സാരക്കാരനല്ല, സംഗതി കൂടോത്രമാണ്. കടല് കടന്നു വന്ന വസ്തുവിലാണ് കൂടോത്രം. എന്താണ് ഇത്? ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരിക്കുന്നുണ്ട്. ഇരിക്കുന്നവ മുടിയും. പ്രശ്നങ്ങൾ അവസാനിക്കില്ല, അപകടങ്ങൾ പലതും സംഭവിക്കും. ഇവിടെ നിന്ന് ബാധ ഒഴിയണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതെന്താ പണിക്കരെ? ഈ വസ്തു മറ്റാരെങ്കിലും സന്തോഷപൂർവ്വം സ്വീകരിക്കണം. അത് ഏറ്റുവാങ്ങുന്ന ആളുടെ കൂടെ ബാധയും പൊയ്ക്കൊള്ളും. ദുബായിൽ വരുന്നത് അറിയില്ലല്ലേ ഹാരിക? ആനുവൽ ഡേക്ക് മുമ്പ് ആദ്യം എത്തുമോ? നെക്സ്റ്റ് വീക്കിൽ ആദ്യം വരും. നമുക്ക് ആദ്യം പിക്ക് ചെയ്യാൻ പോയാലോ? ഞാൻ ആദ്യം കോൾ ചെയ്തിരുന്നു. നമ്മുടെ ആനുവൽ ഡേക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ബെസ്റ്റ് പെർഫോമർക്ക് ഉള്ള ഗിഫ്റ്റ് വാങ്ങണമെന്ന് ഞാൻ ആദ്യയോട് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ക്യാഷ് ഉടനെ കിട്ടും. ഇതൊക്കെ ബസാദാച്ചിനോട് ചോദിച്ചാൽ പോലെ. ഹലോ മക്കളെ. ഹലോ അച്ഛാ. എന്നാ ഒരു സന്തോഷമില്ലല്ലോ, എന്നാ ഉണ്ട് വിശേഷം? അച്ഛാ, ഞങ്ങൾ ആനുവൽഡേക്ക് ബെസ്റ്റ് പെർഫോമർക്ക് ഗിഫ്റ്റ് വാങ്ങാൻ ഞങ്ങൾക്ക് ക്യാഷ് തരുമോ? ക്യാഷ് വേണോ? അതിനെന്താ, എത്ര രൂപ വേണ്ടേ? 5000 രൂപയോ? അതിച്ചിരി കൂടുതലല്ലേ മോളെ, കുറച്ചും കൂടെ ഒന്ന് കുറച്ച്. 2000? അത് അവസാനത്തെയാണോ? കുറച്ചും കൂടെ താഴോ? 500 രൂപ മക്കൾക്ക് ഞാൻ തരാം കേട്ടോ. ഇന്നാ 100 രൂപയുണ്ട് കേട്ടോ. അപ്പൊ അടിച്ചു പൊളിച്ചു എല്ലാരും. എന്താ മോളെ ആലോചിക്കുന്ന നീ? ഒന്നുമില്ല അച്ഛാ, ഒരു ഡയറി മിൽക്കിനെ പറ്റി ആലോചിച്ചതാ. ഓക്കെ ബൈ. അതാരാ? ഇത് ഞാൻ ബെസ്റ്റ് പെർഫോമർക്കുള്ള ദുബായിൽ നിന്ന് വാങ്ങിയ ഗിഫ്റ്റാണ്. ഞങ്ങൾ ഗിഫ്റ്റ് ഞങ്ങൾക്കാർക്കും വേണ്ട. അതെന്താ? കടക്കാരൻ എനിക്കിത് ഫ്രീ ആയിട്ട് തന്നു. ഇനി ഇത് എങ്ങനെ ഒഴിവാക്കും? ബെസ്റ്റ് പെർഫോമർക്കുള്ള ഗിഫ്റ്റ് അല്ലേ ഇത്? നമുക്കിത് ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കാം, അപ്പോഴായിട്ടും കാണില്ലല്ലോ. അപ്പൊ ഇത് നമുക്ക് ആരെങ്കിലും തന്നെ കിട്ടിയാലോ? അതിനൊരു ഐഡിയ ഉണ്ട്. എന്താ അത്? നമ്മളാരും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാതിരുന്നാൽ പോരെ? ഇത് ഗിഫ്റ്റ് ബോക്സിൽ ആക്കി. ഇനി നമുക്കിത് ശാല മാമിനെ ഏൽപ്പിക്കാം. അപ്പൊ അതിനകത്ത് തന്നെ ക്യാഷോ? ബസ്സാറച്ചനല്ലേ, തന്ന രൂപ ഉപയോഗിക്കാതെ കൊടുത്താൽ അച്ഛന് വലിയ സന്തോഷമാവില്ലേ? ആനുവൽ ഡേ പ്രിപ്പറേഷൻസ് ഒക്കെ എവിടെ വരെയായി? കുഞ്ഞുങ്ങളുടെ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നു. ഇനി നമുക്കൊരു 1 വീക്ക് കൂടെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് വേറൊരു ഐഡിയ തോന്നുന്നു. പക്ഷെ എല്ലാരും എന്റെ കൂടെ നിൽക്കണം. എന്താ അത്? നമുക്കത് ശാലമാമിന്റെ കയ്യിൽ തന്നെ വെച്ച് കൊടുക്കാം. അത് വേണോ? വേണം, അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. കുഞ്ഞുങ്ങൾ എന്നെ കാണാനാന്ന് തോന്നുന്നു വന്നത്. ശരി മിസ്സേ. എന്നാ
ആഹാ, ഫുൾ ഗ്യാങ്ങും ഉണ്ടല്ലോ. എന്നാ മക്കളെ? മാം, ഇത് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിയ വില കൂടിയ ഗിഫ്റ്റാണ്. മാം ഇത് സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കണം. ഓ, താങ്ക് യു സോ മച്ച്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. ഇതിലും പാട്ട് കേൾക്കുന്നുണ്ട്. മക്കളെ, ബെസ്റ്റ് പെർഫോമർക്കുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോ? ഇല്ല മാം, ദുബായ്ക്ക് ഒരു ഗിഫ്റ്റ് പോലും കിട്ടിയില്ല. ഈ ഒരു വഴി മാം തന്നെ അവർക്ക് ഗിഫ്റ്റ് മേടിച്ച് തരാമോ? അതിനെന്നാ, ശൈലമ്മ വാങ്ങിച്ചു തരാം കേട്ടോ. ഓ, എൻ്റെ അമ്മേ. അയ്യോ, ഓടിക്കോ, മട്ടത്തലേ മഴ തുടങ്ങി. ഹലോ സജി, ഇങ്ങോട്ടൊന്ന് വരുമോ? അയ്യോ മിസ്സേ, എന്ത് പറ്റി മിസ്സേ? ഒന്നും പറയണ്ട സജി, ഒന്ന് വീണതാ. ഞാനിപ്പോൾ വിളിപ്പിച്ചതേ ആനുവൽ ഡേയുടെ ബെസ്റ്റ് പെർഫോമർക്ക് ഉള്ള ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇനി ഇത് വെച്ചിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. സജി ഒരു കാര്യം ചെയ്യും, ഇത് ആദ്യം എനിക്ക് ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് ബിനുമിസിനെ ഒന്ന് ഏൽപ്പിച്ചേക്കണേ. അത് ഞാൻ ചെയ്തേക്കാം മിസ്സേ. എടുത്തോ സജി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഒരു വലിയ കൈയടി കൊണ്ട് നമുക്ക് തുടങ്ങാം. ഡാൻസും സംഗീതവും ഒരുമിക്കുന്ന ആവേശത്തിന്റെ വേദിയിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. വെൽക്കം ടു ദ ഡാൻസ് ഫ്യൂഷൻ ലൈവ്. ഇന്നത്തെ വേദി പങ്കിടാൻ എത്തിയിരിക്കുന്നത് 3 അതുല്യ ടീമുകൾ. ഇതൊരു സാധാരണ പരിപാടിയല്ല, ഒരു മത്സരമെന്നും പറയാനാകില്ല. പക്ഷേ ഈ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ ഇവരിൽ ഒരാൾ ബെസ്റ്റ് പെർഫോമറായി ഉയരും. ആരാണത്? അതറിയാൻ കണ്ണും മനസ്സും തുറന്നു കാണണം. So get ready, feel the rhythm, feel the energy. Let's begin. Number 1 team on stage. ബക്കരാ, എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക്. കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. May I come in? രണ്ടൗൺസ് ദശമൂലം. നിർത്തടാ. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ. ചേട്ടാ, ഇന്നത്തെ കേരള. അതെന്താ നാളെ കേരളം ഇല്ലേ? ബഗേഴ്സ്. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. കൊലക്കേസോ? വാ, വാഴത്തോട്ടത്തിൽ നിന്ന് കൊല വെട്ടിയ കേസില്ലേ? കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ, എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. പോയാലോ സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ. Team number 2 on stage. ഇപ്പൊ ചായ പിടിക്കാൻ പോയാലോ? പിന്നെ ചായ മാത്രം ആക്കണ്ട, ഓരോ കുറ്റി പുട്ടും കൂടി പോരട്ടെ. പോരട്ടെ. 2 കുറ്റി പുട്ടും കൂടി പോരട്ടെ. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ? എന്നെ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്.
ദേ നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടനിയാ. താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. തനിക്കൊരു വിചാരം ഉണ്ടല്ലേ രാജാവാണോ? അറിയോ? പോട്ടെ സാർ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ കൊമ്പിട് കുറുങ്കുഴൽ കൊട് തപ്പിട് തകിൽ പുറം കൊട് നഗരതീരങ്ങളിൽ കുതിരവി ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി, ഒരുപാട് ഒരുപാട് ഇഷ്ടായി. ടീം നമ്പർ 3 ഓൺ സ്റ്റേജ്. അവളുടെ ഏട്ടത്തെയും ആരാണെന്ന് അറിയാവോ? പാർവതി. ഏത് പാർവതി? മറ്റേ അഴകിയ ലൈല. അഴകിയ ലൈല അവൾ ഇവളത് സ്റ്റൈല സന്തന വേല ഇവൾ മന്മത പുയല അടടാ പൂവിൻ മാനാടാ അഴകുക്ക് ഇവൾ தான் தாய்நாடா அழகிய லൈല അവൾ ഇവളത് സ്റ്റൈല സന്തന വേല ഇവൾ മന്മത പുയല അടടാ പൂവിൻ മാനാടാ അഴകുക്ക് ഇവൾ தான் தாய்நாடா. सुनो जूली के बोलते से आपकी बहन है? പട്ടി നോക്കാൻ വന്നവൻ പട്ടി നോക്കിയാൽ മതി, കുട്ടി ഞാൻ നോക്കിക്കോളാം. മാറിക്കങ്ങട്. അവന്റെ ഒരു ഹിന്ദി. ഹി ഈസ് മൈ സർവന്റ്. नौकर? नौकर उसका बाप का माम का पिताजी है. എന്നെ എന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. പോയി പട്ടിയാപ്പിട്ടോ നോക്കടാ. പട്ടിയാപ്പിട്ടോ നോക്കാം. പട്ടിന്റെ കുട്ടിയൊന്നുമല്ല, നീ പോയി നോക്കടാ. सुनो फिर मिलेगा. मेरी कुतिया को छुपा कर रखने की कोशिश की तो मैं तुम्हारे बारे में पुलिस में कंप्लेन करूंगी. അവളെന്താ പറഞ്ഞെന്നറിയാമോ? എന്നെ അവക്ക് കെട്ടിച്ചു കൊടുക്കുന്നു. പൊളിക്കും പൊളിക്കും. రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి. ഇനി എന്താ പരിപാടി? പരിപാടിക്ക് കഴിഞ്ഞില്ലേ, ഇനി സമ്മാനദാനല്ലേ. വേദിയെ ആവേശം കൊണ്ട് നിറച്ച 3 ടീമുകൾക്കും ഒരു വലിയ കയ്യടി കൊടുക്കാം. ഇപ്പോൾ ആ നിമിഷം എത്തി, നമ്മൾ എല്ലാവരും കാത്തിരുന്ന നിമിഷം. ഇന്നത്തെ ഡാൻസ് ഫ്യൂഷൻ ലൈവിലെ ബെസ്റ്റ് പെർഫോമർ ആരാണ്? ആ പേരറിയാനും സമ്മാനം കൈമാറാനും പ്ലാസിഡ് വിദ്യാവിഹാറിന്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സ്കറിയ എതിരേറ്റച്ചനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയുടെ ബെസ്റ്റ് പെർഫോമർ ആ അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് ആദിയ സബിൽ. പ്ലീസ് കം ടു ദ സ്റ്റേജ്. തനിയെ പോരാട്ടം നടനത്തികവറിയും കളിയാട്ടം ആട്ടം തിരുമല മുരുകനിക്ക് മാമല മുരുകനിക്ക് കൊണ്ടാടിയ കൊണ്ടാടിയ കൊണ്ടാട്ടം തിരുമല മുരുകനിക്ക് മാമല മുരുകനിക്ക് കൊണ്ടാടിയ കൊണ്ടാടിയ കൊണ്ടാട്ടം അഴകായി ഒരുങ്ങി വന്ന
ഈശ്വര, ഈ മൊട്ടത്തലൻ വീണ്ടും എന്റെ തലയിൽ തന്നെ ആയല്ലോ. ഇനി ഞാൻ ഇത് എന്ത് ചെയ്യും? നിങ്ങൾ വലിയ സന്തോഷത്തിലാണല്ലോ. ആ പെരുമ എവിടെ? ആദ്യം നല്ലതായിട്ട് പെർഫോം ചെയ്തേ. അതിപ്പോ ഞാൻ അറിഞ്ഞു ബെസ്റ്റ് പെർഫോമർക്ക് കിട്ടുന്ന ഈ മൊട്ടത്തലേനാണെന്ന്. അച്ഛന്റെ മക്കളെ, നിങ്ങളുടെ പരിപാടി എന്നാ അടിപൊളിയായിരുന്നു. ഇതാരുടെ പ്രതിമയാടി നിന്റെ കയ്യിലിരിക്കുന്നത്? അച്ഛന് ജൂനിയർ മാൻട്രിക്കിനെ വലിയ പരിചയമില്ലെന്ന് തോന്നുന്നു. എന്നാ ഇത് അച്ഛന്റെ തലയിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇത് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിയ വില കൂടിയ ഗിഫ്റ്റാണ്. അച്ഛന് ഇത് ഞങ്ങൾ സമ്മാനമായി തരട്ടെ. അച്ഛൻ സന്തോഷത്തോടെ സ്വീകരിക്കണം. നിങ്ങൾ തരുന്ന സമ്മാനമല്ലേ? അച്ഛൻ ഇത് നിറഞ്ഞ ആഹ്ലാദത്തോടു കൂടി സ്വീകരിക്കാം. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. നിങ്ങൾ വല്ലതും പാട്ട് വല്ലതും കേൾക്കുന്നുണ്ടോ? ഇത് വാങ്ങിയപ്പോൾ ഞാനും ഒരു പാട്ട് കേട്ടിരുന്നു. അതൊന്നും കാര്യമാക്കേണ്ടത്. ഞാൻ ഈ പ്രതിമ എന്റെ മുറിയിൽ കൊണ്ടുവച്ചേക്കട്ടെ. നമ്മളോട് എന്ത് സ്നേഹമുള്ള അച്ഛൻ, നമ്മുടെ ഫിലിപ്പോസ് അച്ഛൻ. അച്ഛനോട് ഇത്രയും ചതി വേണ്ടായിരുന്നു. അല്ലെങ്കിൽ ചെകിത്താമാർക്കൊക്കെ അച്ഛന്മാരെ ഭയങ്കര പറ്റും. അവരുടെ ഒരു കളി അച്ഛന്മാർ നടത്തി നടക്കില്ല. പരായ പരം പുരുഷായ പരമാത്മനെ